ഹമാസ് തീവ്രവാദികൾക്കെതിരായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ അവസാന ലാപ്പ് പോരാട്ടത്തിനായി ഇസ്രായേൽ സൈന്യത്തിന്റെ ടാങ്കുകൾ ഗാസ സിറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹമാസിനെതിരെയുള്ള അന്തിമ പോരാട്ടമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഓപ്പറേഷൻ ഗിദയോൻ സെക്കൻഡ് എന്ന ഈ സൈനിക നടപടി അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. പ്രദേശം ഒഴിഞ്ഞു പോകണമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരുന്നുവെങ്കിലും അത് കൂട്ടാക്കാതെ നിന്ന ഗാസൻ ജനതയുടെ നടുവിലേക്ക് ഇസ്രായേലിന്റെ കൂറ്റൻ യുദ്ധ ടാങ്കുകൾ എത്തിയതോടെ ഹമാസ് ഭീകരതയുടെ താവളമായിരുന്ന ഗാസ സിറ്റി ഇസ്രായേൽ സേന പിടിച്ചെടുക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഹമാസിനെതിരെയുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ കരയാക്രമണവുമായി ഗാസ സിറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഹമാസ് ഭീകരന്മാരുടെ താവളമായി കണക്കാക്കപ്പെടുന്ന ഗാസ നഗരത്തിൽ വേറിട്ടതും അതിശക്തവുമായ ആക്രമണം തന്നെയായിരിക്കും തങ്ങൾ നടത്താൻ പോകുന്നത് എന്ന ശക്തമായ മുന്നറിയിപ്പും ഇസ്രായേൽ നടത്തുകയുണ്ടായി. എൻക്ലേവിലെ 2 ദശലക്ഷം ജനങ്ങളിൽ പകുതിയോളം പേർ ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നുണ്ട് എന്നും അവർക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് അവരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ നടപടികൾ വേഗത്തിലാക്കണമെന്നുള്ള നിർദ്ദേശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ അമേരിക്ക ഒഴികെയുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലെ എല്ലാ അംഗരാജ്യങ്ങളും ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ഗാസ എൻക്ലേവിലെ ക്ഷാമത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടർന്നാൽ അത് ഭയാനകമായ മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഗാസയിൽ നിന്ന് പലസ്തീൻ സിവിലിയന്മാരെ ഒഴിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നും ഗാസ കീഴടക്കുന്ന പ്രക്രിയ സുഗമമാകണമെങ്കിൽ അത് കൂടിയേ തീരൂ എന്നും ഇസ്രായേൽ സൈന്യം പലസ്തീനികളെ അറിയിച്ചു. നഗരത്തിൻ്റെ തെക്കൻ മേഖലകളിലേക്ക് ഒഴിഞ്ഞു പോകുന്നവർക്ക് ഏറ്റവും ഉദാരമായ മാനുഷിക സഹായം ലഭിക്കുമെന്ന് സൈന്യത്തിൻ്റെ അറബിക് വക്താവ് അവിജദ് അദ്രൈ വ്യക്തമാക്കുകയുണ്ടായി. യുദ്ധാനന്തര ഗാസയെക്കുറിച്ച് അമേരിക്ക വളരെ ഗൗരവമായി തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നും അതേക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു പദ്ധതി സജീവമായി ഒരുങ്ങുന്നുണ്ട് എന്നും വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറയുകയുണ്ടായി. ഗാസ സിറ്റിയിലെ ഷെജയ്യ, സെയ്യോൺ, സബ്ര ജില്ലകളിൽ ഇസ്രായേൽ ഇപ്പോൾ തന്നെ അതിശക്തമായ ബോംബാക്രമണം തുടരുന്നുണ്ട്. ജബാലിയ പ്രദേശത്തും ഗാസ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ശക്തമായ ഓപ്പറേഷനുകൾ നടത്തിയ സൈന്യം ഹമാസിന്റെ ഒരു തീവ്രവാദ സെൽ ഇല്ലാതാക്കുകയും അതീവ രഹസ്യമായി ഹമാസ് വെച്ചിരുന്ന ഒരു ആയുധ സംഭരണ കേന്ദ്രം കണ്ടെത്തുകയും ചെയ്യുകയുണ്ടായി. അടുത്ത ഓപ്പറേഷനിൽ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇസ്രായേൽ ഗാസയിൽ സമ്പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ്. അതിനിടെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന നീക്കങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഇതിനിടയിൽ ടെല്ലവീവിലെ ബെൻഗൂരിയൻ വിമാനത്താവളത്തിന് നേരെ യമൻ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുകയുണ്ടായി. ഗാസയിലെ അന്തിമ യുദ്ധത്തിന് കളമൊരുക്കുമ്പോൾ തന്നെ യമനിലെ ഹൂതികൾക്കെതിരെ അതിശക്തമായ സൈനിക നടപടികൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ ഭരണകൂടം ഏർപ്പെടുത്തിയ ഉപരോധം, ക്ഷാമം, ആക്രമണം എന്നിവയ്ക്കുള്ള നേരിട്ടുള്ള പ്രതികരണമാണ് ഹൂതികളുടെ ഈ ഓപ്പറേഷനെന്നും ഗാസയിലെ ഇസ്രായേലിന്റെ വംശഹത്യ കുറ്റകൃത്യങ്ങൾക്കും പട്ടിണി മരണങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കാനുള്ള അറബ് ഇസ്ലാമിക ലോകത്തിന്റെ ഉത്തരവാദിത്തമാണ് യമൻ സായുധ സേന നടപ്പാക്കിയത് എന്നും ഹൂതികൾ പ്രതികരിക്കുകയുണ്ടായി. വിമാനത്താവള ആക്രമണത്തിലുള്ള ഇസ്രായേലിന്റെ തിരിച്ചടി അതിശക്തമായിരിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഒരേ സമയത്ത് 5ഓളം പോർമുഖങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസ ഓപ്പറേഷനൊപ്പം യമനിൽ കൂടി കൈകാര്യം ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് അതിശക്തമായ പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടെ നിൽക്കുമ്പോൾ യമന്റെ നീക്കങ്ങൾ അവർക്ക് വിനയാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്.